അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ കടൽ പോലെ വിശാലമാണ്. അതെ, പ്ലാസ്റ്റിക് സർജറി കോസ്മെറ്റിക് സർജറി മാത്രമല്ല. ഡോക്ടറെ, എൻ്റെ ഒരു നെയ്ബർ കുട്ടി, അവന് ഇങ്ങനെ കാലിലേക്ക് ഒരു ഗ്ലാസ് വീണ് കാല് പൊട്ടി, അതിനുശേഷം പ്ലാസ്റ്റിക് സർജറി ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്നോട് പറഞ്ഞത്. പക്ഷെ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയായിരുന്നോ നമ്മുടെ കാലിരുന്നത് അല്ലെങ്കിൽ കൈ ഇരുന്നത് അതേപോലെ തന്നെ തിരിച്ചു വരണമല്ലോ. പക്ഷെ ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആ ഒരു നമ്മുടെ ആ എന്താ പറയുക, തുന്നിച്ചേർത്ത ആ ഇത് സ്റ്റിച്ചുകൾ കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെ അവിടുത്തെ മാത്രം സ്കിന്ന് വേറൊരു കളറിൽ നിൽക്കുന്നു. അപ്പൊ അങ്ങനെയാണോ സത്യത്തിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും? അല്ല, അങ്ങനെ ആവണമെന്നില്ല. ഇത് ബേസിക്കലി ഇപ്പൊ പറഞ്ഞത് ട്രോമയാണ്. എന്ന് വെച്ചാൽ ഗ്ലാസ് കാലിലോട്ട് വീണു, അവന്റെ കാലിനുണ്ടായ ക്ഷതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്റെ ചലനവള്ളി അറ്റ് പോയി കാണാം, വെസൽസ് അതായത് ബ്ലഡ് വെസൽസ് കട്ടായി പോയി കാണാം, നെർവ് കട്ടായി പോയി കാണാം. അത് റിപ്പയർ ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജറിയാണ്. ഇപ്പൊ സ്കിന്നിൽ നമ്മൾ തിരിച്ച് തുന്നുമ്പം ചെറിയ സ്കാറിങ് ഒക്കെ കാണും. പക്ഷെ ആ ടൈമിൽ നമ്മൾ ട്രോമ റീകൺസ്ട്രക്ഷനാണ് കൂടുതലും ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും അവനെ പഴയ നിയർ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവന്ന രീതിയിൽ അവന്റെ ഓരോരോ ഇഞ്ചുറീസ്, അതായത് അവന്റെ ടെൻഡൻ ഇഞ്ചുറി ആണെങ്കിൽ, അതായത് ചലനവള്ളി ആണെങ്കിൽ അത് റിപ്പയർ ചെയ്യുക, നെർവ് ആണെങ്കിൽ നെർവ് റിപ്പയർ ചെയ്യുക, രക്തക്കൊള്ളാണെങ്കിൽ രക്തം റിപ്പയർ ചെയ്യുക, അങ്ങനെയുള്ളതെല്ലാം റിപ്പയർ ചെയ്ത് അവനെ നിയർ നോർമലായിട്ട് നടക്കുന്ന രീതിയിൽ ആക്കുന്നതാണ് പ്ലാസ്റ്റിക് സർജറി.